അപ്പോൾ ബിഗ് ബോസ് എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ആദ്യം വന്ന് ഓടിപ്പോയ നമ്മുടെ രതീഷ് അണ്ണനെ പറ്റിയാണ് പറയാൻ വന്നിരിക്കുന്നത്. ശരിക്കും രതീഷ് എന്ന ആൾ ബിഗ് ബോസിന് ശരിക്കും പറ്റുന്ന ഒരു പ്ലെയറാണോ, ആപ്റ്റായ പ്ലെയറാണോ ശരിക്കും പറഞ്ഞാൽ? എനിക്കൊരിക്കലും തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇയാൾ വന്ന ദിവസം മുതൽ ഫസ്റ്റ് ഡേ കയറി മുതൽ ഒരു ഊളപ്പാട്ടും പാടിയാണ്, കാവേരി തുമ്പി ഒരു ഊളപ്പാട്ട് പാടിയാണ് ഇയാൾ കയറിയത്. അത് കണ്ട് ജിൻഡോക്ക് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അത് അയാൾക്ക് പറ്റിയതായിരിക്കും, എനിക്കറിയില്ല. പാട്ടും പാടി വെറുപ്പിച്ചാണ് ആദ്യം തന്നെ കയറിയത്. പിറ്റേ ദിവസം ആ ഡേ 1 ജാൻമണിയായിട്ട് ഒരു കാര്യമില്ലാണ്ട് തല്ലുപിടിച്ച്. എന്തിന്? സിഗരറ്റ് കത്തിച്ചാൽ അത് തെറ്റാണ്, സിഗരറ്റ് കത്തിക്കാൻ പാടില്ല എന്ന് വെച്ച് പൊട്ടിത്തെറിക്കും. 18 പേര് ജീവനാണ് മറ്റേ മറിച്ചതെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ പൊട്ടിച്ചിരിക്കൂലേ ഈ പൊട്ടത്തര കോമാളിത്തരമൊക്കെ പറയുമ്പോൾ തന്നെ? ശരിക്കും പൊട്ടത്തരമല്ലേ പറയണത്? 18 പേര് ജീവൻ സിഗരറ്റ് വലിച്ചാൽ എവിടെയാണ് പൊട്ടിത്തെറിക്കണം? അറ്റ്ലീസ്റ്റ് പാർക്ക് തന്നെ എങ്ങനെയാണ് സിഗരറ്റ് വലിച്ചാൽ? പൊട്ടത്തര. ആ വന്ന തന്നെ തല്ലുപിടിച്ച് ജാൻമണിയായിട്ട്. വീണ്ടും സെക്കൻഡ് ഡേ ജാൻമണി കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞ് തല്ലുപിടിച്ച്. എനിക്കിഷ്ടമല്ല, തുടർന്ന് ഇഷ്ടമല്ല. എന്നിട്ട് ഈ പറഞ്ഞ തുടർന്ന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആൾ വേറെ ആളെ പോയി കെട്ടിപ്പിടിച്ചപ്പോൾ അവിടെ ഇയാൾ കുഴപ്പമൊന്നുമില്ല, അയാൾ നല്ല മാന്യനാന്ന് പറഞ്ഞ് അയാളോട് തല്ലുപിടിച്ച് വേറെ കാര്യമില്ലാണ്ട്. ശരിക്കും ഇയാൾ പറ്റിയ ആളാണോ? വെറുതെ വരും, തല്ലു പിടിക്കും, ആകെ അറിയണ വർത്താനം പറയും, വെറുതെ ഒച്ചെടുത്ത് കുറേ വർത്താനം പറയും. പാറ പൊട്ടിക്കണ സൗണ്ടാണ് ഇയാളൊന്നും തന്നെ. ആർക്കും അത് ഇഷ്ടമല്ല ഇയാളൊന്നും തന്നെ. ഇടയ്ക്ക് നാടൻപാട്ട് പാടും, കുറേ ഒച്ച കൊടുക്കും, പോവും. ഗെയിം കളിക്കാനും അറിയില്ല, സംസാരിക്കാൻ മര്യാദക്ക് അറിയില്ല. വെറുതെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് തല്ലുപിടിക്കണം. ഇയാൾ തല്ലുപിടിക്കാത്ത ആരുമില്ല ശരിക്കും പറയാം. മെയിനായിട്ട് ആ വീട്ടിൽ ഇയാളായിട്ട് തല്ലുപിടിക്കാത്ത ആരുമില്ല. ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരും ഇയാളോട് വെറുതെ തല്ലുപിടിച്ച് പോകുന്നുണ്ട്. എനിക്കറിയില്ല, ഇയാളെ പൊട്ടൻകളിക്കാരനെ കാണാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം തല്ലുപിടിക്കണമെന്ന് അറിയില്ല. തല്ലുപിടിക്കാൻ ആരില്ല, സ്വന്തം ടീമിനായിട്ട് വരെ തല്ലുപിടിക്കുക. അന്ന് റസ്മീനായിട്ട് വരെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. സ്വന്തം ടീം ഇയാളെ നിലപാട് വേറെ എന്ന് പറഞ്ഞ് റസ്മീനോട് തല്ലുകൊടുത്തു വരുന്നു ഇയാൾക്ക്. ശരിക്കും ഞാൻ പറ്റിയ ആളാണ്. എന്താ ഇടയ്ക്ക് വന്നിട്ട് പറയും, ഞാനാണ് സ്ട്രോങ്ങസ്റ്റ് പ്ലെയർ, ഇവിടുത്തെ സ്ട്രോങ്ങസ്റ്റ് പ്ലെയർ ഞാനാണ്, ഇവർ മൊത്തം എൻ്റെ എതിരാളികളായിരിക്കും, ഞാൻ ഒറ്റയ്ക്കേ കളിക്കുള്ളൂ, എനിക്ക് ആരും പേടിയില്ല എന്ന് പറഞ്ഞ് കളിക്കും. ഞാൻ ഇവരെല്ലാവരും ശത്രുക്കളാക്കുന്നു. അഖിൽമാരാറും സാബു മോനൊക്കെ ആവാൻ നോക്കിയതാണ് പുള്ളിക്കാൻ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അവസാനം ആരായി? പൊട്ടനായിപ്പോയി. പിന്നെന്തൊക്കെയാണ് പൊട്ടത്തരം? കുറേ പൊട്ടത്തരമൊക്കെ കാണിച്ചിട്ടാണ് ഇയാൾ പോയത് ശരിക്കും പറഞ്ഞാൽ. ഇടയ്ക്ക് കിടന്ന് കരയും, ഭാര്യയുടെ മോളോർത്ത് കരയും. അല്ലാണ്ട് എനിക്ക് ഇതുവരെ തോന്നിയില്ല ഇയാൾ നല്ലൊരു ബിഗ് ബോസ് മെറ്റീരിയലാണ് പോലും എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. എൻ്റെ കാര്യം പറഞ്ഞു, നിങ്ങളുടെ കാര്യം നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തും ശരിക്കും പറഞ്ഞാൽ. അവസാനം ഫസ്റ്റ് വീക്കിൽ തന്നെ ഔട്ടായെന്ന റെക്കോർഡ് ഇയാൾ തന്നെ കൊണ്ടുപോയി. ഫസ്റ്റ് വീക്കിൽ തന്നെ ഇയാൾ പുറത്താക്കി. മിക്ക ബിഗ് ബോസ് തന്നെ തല്ലി പുറത്താക്കിയായിരിക്കും. ആൾക്കാരുടെ എന്ന കമൻറ്റും എല്ലാം കൊണ്ട് ബിഗ് ബോസിനെ തന്നെ മടുത്ത് പുറത്താക്കി. ഇടയ്ക്ക് ഇറങ്ങിപ്പോകും, ബാഗൊക്കെ തൂക്കി ഇറങ്ങിപ്പോകണമാണ് ഇയാൾ. പറ്റൂലെന്ന് ഇറങ്ങിപ്പോവും, തോന്നുന്നത് ഇറങ്ങിപ്പോവും, തിരിച്ച് കയറും. പൊട്ടൻ കളിയാണ്, മൊത്തം പൊട്ടൻ കളിയാണ് ഇയാൾ. അവസാനം അയാളും പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇയാളോടുള്ള എന്താണ് അഭിപ്രായം? നിങ്ങൾ അത് രേഖപ്പെടുത്തുക, കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് തുടങ്ങിയ ചാനലാണേ, അപ്പം സപ്പോർട്ട് ചെയ്യും.